നമ്മൾ ഇന്ന് ഒരു സായനത്തിൽ അല്പം വിശാലമായ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു ഇടത്തിലേക്ക് പോവുകയാണ്. സംസ്ഥാന അതിർത്തിയിലേക്കാണ് നമ്മളുടെ യാത്ര. അവിടെ ഒരു രുചിയിടമുണ്ട്. കേരള തമിഴ്നാട് അതിർത്തിയിലെ റിച്ചു അച്ചായൻസ് എന്ന ഹോട്ടലിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളെ അവിടേക്ക് കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ പ്രതിനിധി അരുൺ മോഹനാണ്. അവിടെ രുചിയൂറും മത്സ്യവിഭവങ്ങൾ നമുക്ക് കിട്ടും. അത് ചിറ്റാറിൽ നിന്ന് അപ്പം പിടിക്കുന്ന മത്സ്യമാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അതിൻ്റെ സ്വാദൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ നമുക്ക് അരുൺ മോഹനോടൊപ്പം പോയി ഇപ്പോൾ ആ കാഴ്ചകളൊക്കെ കാണാം. പിന്നീട് താല്പര്യമുള്ളവർക്ക് നേരിട്ടെത്തി അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം. അപ്പോൾ വൈകുന്നേരം കുശാലായി കഴിക്കണമെന്നുള്ളവർക്ക് പോകാൻ പറ്റുന്ന ഒരിടത്തിലേക്കാണ് നമ്മളുടെ യാത്ര. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് സംസ്ഥാന അതിർത്തിയിലെ നെട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. എനിക്ക് പുറകിൽ കാണുന്നതാണ് ചിറ്റാർ ഡാം. ഇവിടെ നിന്ന് പിടിക്കുന്ന മീനുകൾ ഉപയോഗിച്ച് മത്സ്യവിഭവങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കടയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. റിച്ചു അച്ചായൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഒന്നാന്തരം മീൻ വിഭവങ്ങളുണ്ട്. എന്താണ് ഇവിടുത്തെ വിശേഷങ്ങളെന്ന് നമുക്ക് കണ്ടുവരാം. സ്ഥാപനത്തിൻ്റെ ഉടമയായ തോമസ് അച്ചായൻ നമ്മളോടൊപ്പം ഉണ്ട്. അത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അച്ഛാ, ഇങ്ങനൊരു സംരംഭം തുടങ്ങിയത് എപ്പോഴാണ്? എങ്ങനെയാണ് അതിൻ്റെ ഒരു 8 വർഷമായി ഞങ്ങൾ ഇവിടെ തുടങ്ങിയിട്ട്. ഇത് 18ാമത്തെ വർഷം. അന്ന് ചെറിയ കടയായിരുന്നു. അത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത്. ഇപ്പോൾ അതിന് കുറച്ച് സീറ്റൊക്കെ വിപുലീകരിച്ച് 50-52 സീറ്റോളം ഉണ്ട്. അങ്ങനെ ആളുകൾക്ക് വന്നാൽ ഇരിക്കാനുള്ള സൗകര്യം. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആള് വന്നാൽ ഞങ്ങൾ മീന് നോക്കി സെലക്ട് ചെയ്തതിന് അവരവർ സെലക്ട് ചെയ്യണം. പിന്നെ മീൻ വേണമെന്ന് പറഞ്ഞാൽ അത് മാത്രം റിച്ചു അച്ചായൻസിൻ്റെ ഉടമ കൂടിയായ നമ്മുടെ തങ്കമ്മ നമ്മളോടൊപ്പം ഉണ്ട്. അമ്മയാണ് ഇവിടുത്തെ പാചകങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത്. നമുക്ക് അമ്മയോട് ഇവിടുത്തെ വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അമ്മ നമസ്കാരം. എങ്ങനെയുണ്ട് ഇവിടുത്തെ കച്ചവടം? കച്ചവടമൊക്കെ നല്ല രീതിയിൽ പോകുന്നു. ഡെയിലി നല്ല ആളുണ്ട്. പിന്നെ ശനി ഞായറും നല്ല രീതിയിൽ ആളുണ്ട്. പ്രധാനമായിട്ടും ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആൾക്കാർക്ക് ഏത് മീനാണ്? ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. എന്നാലും കൂടുതൽ പോകുന്നത് ഇവിടെ നട്ടറെന്ന് പറയുന്ന മീനാണ്. അത് നല്ല രീതിയിൽ ഇവിടെ സെയിൽസ് ആകും. ഊണിന് എന്തൊക്കെയാണ് വിഭവങ്ങൾ? ഊണിന് വന്നിട്ട് തീയലുണ്ട്, തോരനുണ്ട്, രസമുണ്ട്, പുളിശ്ശേരിയുണ്ട്, മീൻകറിയുണ്ട്. நான் குலசேகரத்தில் வந்தோம். ஸோ பதிவு இங்கോട്ട് വരാറുണ്ട്. സോ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ഇപ്പോൾ മാസത്തിന് 2 ദിവസം ഇവിടെ വന്ന് പാർസൽ വാങ്ങാറുണ്ട്. ഇപ്പോൾ ഇവിടെ പാർസൽ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. ഇവിടുത്തെ രുചി നല്ല രുചിയാണ്. നല്ല മീനും നല്ല ഫ്രഷ് മീൻ കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് ഇപ്പോൾ മാസത്തിന് 2 ദിവസം അമ്മച്ചിയെ കണ്ട് മീൻ വാങ്ങിച്ചിട്ട് പോകും. എനിക്ക് ഇവിടുത്തെ ഭക്ഷണത്തിനേക്കാൾ അമ്മയുടെ ആ ഒരു അതിൻ്റെ ഒരു സ്നേഹമാണ്. സ്നേഹത്തിൽ തരുന്ന ആ ഒരു സംഭവം. അരിയെടുത്ത് പറയുമ്പോൾ അവർക്ക് വേറെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എപ്പോഴും വരണം എന്നുള്ളത്. ഇപ്പോൾ ഇന്ന് കഴിച്ചു ഇതൊരു വലിയ പ്രശ്നമായിട്ട് മാറി. ഞാൻ തിരുവനന്തപുരം നെയ്യാർ ഡാമിനടുത്ത് കള്ളിക്കാടുന്ന അങ്ങനെ ഡെയിലി കസ്റ്റമർ അല്ല. ഫ്രീ ആകുമ്പോൾ മെൻ്റലി നമ്മുടെ സിറ്റുവേഷൻ എല്ലാം ഫ്രീ ആകുമ്പം വരും. കാരണം 30 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ 30 കിലോമീറ്റർ മീൻസ് ഞാൻ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ എങ്ങനെ പോയാലും 200-250 രൂപ അതിന് തന്നെ ഒരു എക്സ്ട്രാ എക്സ്പെൻസ് ഉണ്ട്. എന്നാലും ഞാൻ പ്രിഫർ ചെയ്യുന്നൊരു ആഹാരം ഒന്ന് നിലയ്ക്കാൻ ഇവിടെ വരുന്നത്. അപ്പോൾ സെലക്ട് റിലയബിളാണ്. ഞാൻ തിരുനെൽവേലിയാണ്. ഫുഡ് കൊള്ളാം സാർ. ഇതെല്ലാം മറ്റേ ഡാമിൻ്റെ ഫിഷാണ്. ഫ്രഷ് വാട്ടർ മീൻ ഫിഷ് തന്നെ നമ്മൾ ഓക്കെ തന്നെ ஃப்ரெஷ் வாட்டர் மீனான நல்லது. அது கூட என்ன நம்ம போய் செலக்ட் பண்ணி அதுக்கப்புறம் சாப்பிட்றதுக்கு செலக்ட் பண்ணி கொடுத்தா போதும். அதுக்கப்புறம் தான் அவங்க குக் பண்ணி கொடுப்பாங்க. ஸோ ഫ്രഷാണ്, നോ ഐസ് അതുപോലെ ഇല്ല. നല്ല ഫ്രഷ് മീനാണ്, ടേസ്റ്റിയാണ്. അതുപോലെ ഭക്ഷണങ്ങൾ വിളമ്പുന്നതും കിഴങ്ങുണ്ട്, പിന്നെ തീയലുണ്ട്,
പിന്നെ കാന്താരിയുണ്ട്, ചമ്മന്തിയുണ്ട്. പറഞ്ഞു കേട്ടതിനേക്കാൾ മനോഹരമാണ് വന്ന് കണ്ടപ്പോൾ, കഴിച്ചപ്പോൾ അതിഗംഭീരം. യാത്ര ഇതുവഴിയാണെങ്കിൽ കയറാൻ മറക്കണ്ട. അരുൺ മോഹൻ, ന്യൂസ് 18, തിരുവനന്തപുരം.